നമ്മൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും എല്ലാം കത്തി നിൽക്കുന്നവരാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ തോന്നും. അതൊക്കെ ഒരു 90% കൺഫേം ആണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസിന്റെ കുറച്ച് ട്രഡീഷണൽ ലിസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ ഇതിൽ ലിസ്റ്റിൽ എടുത്തിട്ടുള്ളൂ. അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കും അറിയാൻ പോകുന്നില്ല, എനിക്കറിയില്ല. അപ്പൊ നമുക്ക് അവരെ ബിഗ് ബോസിൽ വന്നതിന്റെ ശേഷം നമുക്ക് മനസ്സിലായി 90% കൺഫേം ആയിട്ടുള്ള കുറച്ച് ലിസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1-2 ആൾക്കാർ ഇപ്പോഴും ഡൗട്ടിൽ നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ ലിസ്റ്റിലുള്ളത് ഗീതാ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിലുള്ള, ഏഷ്യാനെറ്റിൽ തന്നെയുള്ള സീരിയലിലുള്ള ബെന്നി സെബാസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ പിക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ബെന്നി സെബാസ്റ്റ്യൻ ഒരു 90% കൺഫേം ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളത് ഷാരികയാണ് കേട്ടോ. നമ്മളെ ഹോട്ട് സീറ്റിന്റെ ആങ്കർ ഷാരികയാണ് അടുത്തതായിട്ട് ട്രഡീഷണൽ ലിസ്റ്റിലുള്ളത്. ഇവരൊക്കെ ഒരു 90% കൺഫേം ആണ് കേട്ടോ. ഇവരിതിൽ വലിയ കൺഫ്യൂസ്ഡും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തതായിട്ട് നമ്മളെ ലിസ്റ്റിലുള്ളത് ഷാനവാസ് ഷാനു ആണ് കേട്ടോ. ഞാനൊക്കെ പണ്ട് കണ്ടിട്ടുള്ള ഒരു സീരിയലായിരുന്നു കേട്ടോ, ഈ കുങ്കുമപ്പൂവ്. അതിലെ രുദ്രനായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളായിരുന്നു കേട്ടോ. എന്നിട്ട് കുറെ സീരിയൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സീരിയൽ കാണുന്ന പരിപാടി നിർത്തി. അപ്പൊ അടുത്തതായിട്ട് നമ്മളെ ലിസ്റ്റിലുള്ളത് അപ്പാനി ശരത്താണ്. തമിഴും മലയാളത്തിലൊക്കെ ഉള്ള ഒരു ആക്ടറാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളത് അനുമോളാണ് കേട്ടോ. സ്റ്റാർ മാജിക്കിലും സീരിയൽസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ട്രഡീഷണൽ ലിസ്റ്റിൽ വരുന്നത് അനുമോളാണ്. അനുമോളും ഒരു 90% കൺഫേം ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ട്രഡീഷണൽ ലിസ്റ്റിൽ വരുന്നത് നൂറ ആദിലയാണ് കേട്ടോ. ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള നൂറ ആദിലയാണ് അടുത്ത നമ്മുടെ ട്രഡീഷണൽ ലിസ്റ്റിലുള്ളത്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ട്രഡീഷണൽ ലിസ്റ്റിൽ വരുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ തോന്നും, എല്ലാവരും പ്രെഡിക്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും എല്ലാം കത്തി നിൽക്കുന്ന ഒരാളാണ് രേണുസുതി. രേണുസുതി എന്ന് പറഞ്ഞാലാണ് അറിയാം, രേഷ്മ തങ്കച്ചി എന്ന് പറഞ്ഞാലാണോ അറിയാന്നറിയില്ല. ഇത് ഈ ട്രഡീഷണൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒരു 80% മാത്രമേ കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് നമ്മൾ ട്രഡീഷണൽ ലിസ്റ്റിൽ വരുന്നത് അക്ബർ ഖാൻ ആണ് കേട്ടോ. സിംഗർ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ ട്രഡീഷണൽ ലിസ്റ്റിൽ ഞാൻ പിക്ക് ചെയ്ത ട്രഡീഷണൽ ലിസ്റ്റിൽ ലാസ്റ്റ് ഉള്ള ആള് രേഖ രതീഷ് ആണ് കേട്ടോ. ഇതല്ലാതെ നമുക്കറിയാത്ത കുറെ ആൾക്കാരെ ട്രഡീഷണൽ ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അവരൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ബിഗ് ബോസ് ഓഗസ്റ്റ് 3 തുടങ്ങും. അപ്പൊ ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂ ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. സോ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.